വചനമൊഴി നവംബർ 15. വചനഭാഗം 3 യോഹന്നാൻ 5:12, ലൂക്കായുടെ സുവിശേഷം 22, 24, 30. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. തങ്ങളിൽ ആരാണ് വലിയവനായി കരുതപ്പെടേണ്ടത് എന്നൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. ഈശോയാകട്ടെ അവരോട് പറഞ്ഞു, വിജാതിയരുടെ രാജാക്കന്മാർ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നു. അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നവർ ഉപകാരികളെന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെ ആയിരിക്കട്ടെ. നയിക്കുന്നവൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ? എന്നാൽ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാണ്. നിങ്ങളോ എന്നാൽ എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവരാണ്. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും കൽപ്പിച്ചു തരുന്നു. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതിനാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം മുതൽ ഈശോ ജെറുസലേമിലേക്കുള്ള യാത്ര നടത്തുകയായിരുന്നു. ആ യാത്രയിൽ ശിഷ്യത്വത്തിൻ്റെ മാർഗം എന്താണെന്നാണ് പഠിപ്പിക്കുന്നത്. ഈ ശിഷ്യന്മാരുടെ ജീവിത ശൈലി എന്തായിരിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു കൾമിനേഷൻ എന്ന വിധത്തിൽ ഇന്നത്തെ വചനത്തിൽ നാം കേൾക്കുന്നത് ശിഷ്യത്വത്തിനുണ്ടായിരിക്കേണ്ട മനോഭാവമാണ്. ഈശോയെപ്പോലെ തന്നെ ശുശ്രൂഷകന്റെ മനോഭാവം സ്വീകരിക്കണമെന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനായിട്ടാണ് മിശിഹ വന്നത്. മിശിഹായെ അനുഗമിക്കുന്നവരും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്തു കൊടുക്കുന്നവരായിരിക്കണം. തങ്ങൾക്കുള്ള അധികാരവും സേവനത്തിൻ്റെ പാതയിൽ, ശുശ്രൂഷയുടെ പാതയിൽ ഉപയോഗിക്കേണ്ടവരാണ് എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. തിരുവചനം അനുസരിച്ച് നമുക്കുള്ള അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കും നന്മയ്ക്കും വേണ്ടി ഉപകരിക്കുവാൻ, അതിനുവേണ്ടി പൂർണ്ണ സമർപ്പണത്തോടെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് സാധിക്കണം. എളിമയുടെ മനോഭാവം സ്വീകരിക്കുവാൻ, ശുശ്രൂഷയുടെ മനോഭാവം സ്വീകരിക്കുവാൻ, അധികാരം ഉള്ളപ്പോഴും ശുശ്രൂഷയുടെ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുവാൻ നമുക്കും കൃപ പ്രാർത്ഥിക്കാം. അതിനായി തീക്ഷ്ണമായി പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.